1987 കമൽഹാസൻ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ മണിരത്നം ചിത്രം നായകൻ തിയേറ്ററുകളിലെത്തുന്നത്. ക്രൈം ഡ്രാമയായെത്തിയ നായകൻ കൊമേഴ്ഷ്യൽ ഹിറ്റിനപ്പുറം പല പുരസ്കാരങ്ങളും നിരൂപക പ്രശംസകളും നേടി. ഗ്യാങ്സ്റ്റർ സിനിമകളുടെ തലതൊട്ടപ്പൻ എന്ന് നിസ്സംശയം പറയാവുന്ന നായകനിലൂടെ അന്ന് കമൽ നേടിയെടുത്തത് തൻ്റെ രണ്ടാമത്തെ ദേശീയ അവാർഡാണ്. 2 ദേശീയ അവാർഡുകൾ നേടി ഇന്ത്യൻ സിനിമയിൽ തന്നെ കമൽഹാസൻ ജ്വലിച്ചു നിൽക്കുന്ന കാലം. എന്നാൽ അയാളിലെ സിനിമാമോഹിക്ക് ആ നേട്ടം നൽകിയ പ്രഭയിൽ ഒതുങ്ങിക്കൂടാൻ ആകുമായിരുന്നില്ല. തൊട്ടടുത്ത വർഷം 1988 അയാളുടെ പേര് ഹോളിവുഡിലും തിളങ്ങി. അഭിനയമായിരുന്നില്ല ആ ഹോളിവുഡ് യാത്രയുടെ ലക്ഷ്യം. സിൽവസ്റ്റർ സ്റ്റാലോണിന്റെ വിഖ്യാത ഹോളിവുഡ് സിനിമയായ റാംബോ 3ൽ അന്ന് കമൽഹാസൻ എന്ന പേര് അസിസ്റ്റന്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന ലേബലിലായിരുന്നു. മൈക്കിൾ വെസ്മോറിന്റെ ശിക്ഷണത്തിൽ അന്ന് അയാൾ ആ സെറ്റിലെത്തിയത് പ്രോസ്തറ്റിക് മേക്കപ്പിനെ കുറിച്ച് പഠിക്കാനാണ്. കരിയറിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ അയാൾ ആ പഠനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇക്കാലത്തിനിടയിൽ ആരാധകർ അദ്ദേഹത്തെ ഉലക നായകനെന്നും ആണ്ടവരെന്നുമെല്ലാം സ്നേഹത്തോടെ വിളിച്ചു. തന്റെ 70കളിലും 17 ഇഞ്ച് ചുറുചുറുക്കോടെ അയാൾ വീണ്ടും എത്തുകയാണ്. 37 വർഷങ്ങൾക്കിപ്പുറം കമൽഹാസൻ മണിരത്നം എന്ന ഐക്കോണിക് കോംബോയുടെ ഒരുമിക്കൽ. തഗ് ലൈഫ്. ജൂൺ 5 തിയേറ്ററുകളിലെത്തുന്ന തഗ് ലൈഫിനായി കാത്തിരിക്കാൻ കാരണങ്ങൾ ഏറെയാണ്. കമൽഹാസൻ നായകനാവുകയും മണിരത്നം സംവിധായകനാവുകയും ചെയ്യുന്നു എന്നത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ടത്. സിംബുവും തൃഷയും കൂടെ ജോജോ ജോർജ്, ഐശ്വര്യലക്ഷ്മി, അഭിരാമി, അശോക് സെൽവൻ, നാസർ എന്നിവരെല്ലാം അടങ്ങുന്ന വമ്പൻ താരനിരയും തഗ് ലൈഫിനായി കാത്തിരിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് തന്നെ. ഇവയ്ക്കപ്പുറം സിനിമക്കായി വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന മറ്റൊരു ഫാക്ടറുണ്ട്. സിനിമയുടെ ട്രെയിലറിൽ അവസാന ഭാഗത്ത് വളരെ ചെറുതായി എഴുതിയ വാചകം, റിട്ടൺ ബൈ മണിരത്നം ആൻഡ് കമൽഹാസൻ. ദശാവതാരം, ഹേറാം, തേവർ മകൻ, വിരുമാണ്ടി, അൻപേ ശിവം തുടങ്ങി ആണ്ടവർ തൂലിക ചലിപ്പിച്ച സിനിമകളെല്ലാം ഇന്ത്യൻ സിനിമയിലെ തന്നെ ക്ലാസിക്കുകളാണ്. വിശ്വരൂപം 2ാം ഭാഗത്തിന് ശേഷം കമൽഹാസൻ പേനയെടുത്ത സിനിമയെന്ന പ്രത്യേകതയും തഗ് ലൈഫിനുണ്ട്. ആ ഫാക്ടർ പ്രേക്ഷകർക്ക് നൽകുന്ന ഹൈപ്പ് ഒന്ന് വേറെ തന്നെയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സെയ്ഫ് അലി ഖാനെ നായകനാക്കി കമൽഹാസൻ സംവിധാനം ചെയ്യാനിരുന്ന അമർ ഹേ എന്ന കഥയാണ് ഇപ്പോൾ തഗ് ലൈഫായി മാറിയിരിക്കുന്നത്. സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിൽ കമൽഹാസൻ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. എല്ലാവരും മരിച്ചെന്ന് കരുതിയ ഒരാൾ, എന്നാൽ അയാൾ യഥാർത്ഥത്തിൽ മരിച്ചിട്ടില്ല. ഇതായിരുന്നു ആ കഥയുടെ ഇതിവൃത്തം. ഇതിനെയാണ് മണിരത്നം തൻ്റെതായ രീതിയിൽ മാറ്റിയിരിക്കുന്നത്. സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ ഈ വൺ ലൈൻ റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഏതൊരാൾക്കും ഈസിയായി ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് മണിരത്നം ട്രെയിലർ ഒരുക്കിയിരിക്കുന്നത്. സമീപകാലത്തിറങ്ങിയ മികച്ചൊരു ട്രെയിലർ. അത് തരുന്ന ഹൈ മൊമെന്റ്സിനപ്പുറം പലതും സിനിമ ഓഫർ ചെയ്യുമെന്നതിൽ സംശയം വേണ്ടിവരില്ല. ഗ്യാങ്സ്റ്റർ ഡ്രാമയാണ് ചിത്രത്തിന്റെ ഓണർ. AR റഹ്മാനാണ് സിനിമയ്ക്ക് സംഗീതമൊരുക്കിയിരിക്കുന്നത്. പൊന്നിയിൻ സെൽവൻ 2വിന് ശേഷം എത്തുന്ന മണിരത്നം ചിത്രം കൂടിയാണ് തഗ് ലൈഫ്. 1996 വമ്പൻ ഹിറ്റടിച്ച ഇന്ത്യന്റെ 2ാം ഭാഗമായ ഇന്ത്യൻ 2 അവസാനമായി എത്തിയ കമൽഹാസൻ ചിത്രം. സേനാപതിയുടെ തിരിച്ചുവരവിൽ പ്രതീക്ഷകൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും കമലിനോ സംവിധായകൻ ശങ്കറിനോ ആ പ്രതീക്ഷ കാക്കാനായില്ല. തിയേറ്ററുകളിൽ അടിമുടി തകർന്നടിഞ്ഞ ചിത്രം OTTയിലെത്തിയപ്പോൾ വൻ ട്രോളുകൾക്കാണ് പാത്രമായത്. അതിനു മുന്നേ പ്രഭാസിന്റെ കൽക്കിയിലായിരുന്നു കമൽഹാസൻ എത്തിയത്. സുപ്രീം യാസ്കിനായി വേഷപ്പകർച്ച ചെയ്ത് അദ്ദേഹം കണ്ടിരുന്നവരെ എന്നത്തെയും പോലെ അത്ഭുതപ്പെടുത്തി. ഇന്ത്യൻ, അവ്വേ ഷൺമുഖി, ദശാവതാരം, അൻപേ ശിവം തുടങ്ങി കമൽഹാസൻ വേഷപ്പകർച്ചകൾ അദ്ദേഹത്തിന്റെ സിനിമകളിലെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ്. കൽക്കി പാൻ ഇന്ത്യൻ ലെവലിൽ അതിഗംഭീര റിപ്പോർട്ടുകളായിരുന്നു നേടിയത്. 2022 പുറത്തിറങ്ങിയ ലോകേഷ് കനകരാജ് ചിത്രം വിക്രം കമൽഹാസൻ എന്ന നടന്റെ ഗംഭീര തിരിച്ചുവരവ് കുറിച്ച സിനിമയായിരുന്നു. ലോക്കിയുടെ ഫാൻ ബോയ് സിനിമയുടെ ഇന്റർവെൽ ബ്ലോക്ക് തമിഴ് സിനിമയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്റർവെൽ ബ്ലോക്കുകളിൽ ഒന്നാണ്. മാസ് മൊമെന്റുകൾക്കോ എലവേഷൻ സീനുകൾക്കോ യാതൊരു പന്നവുമില്ലാതിരുന്ന വിക്രം കളക്ഷനിലും വൻ നേട്ടമായിരുന്നു കൊയ്തത്. ചിത്രത്തിന്റെ 2ാം ഭാഗം വരും വർഷങ്ങളിലെ കമൽ സിനിമകളുടെ ലിസ്റ്റിൽ ഒന്നാണ്. കൊറിയോഗ്രാഫർ, മേക്കപ്പ് മാൻ, കോ എഡിറ്റർ, ലിറിസിസ്റ്റ്, സിംഗർ, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്, സംവിധായകൻ തുടങ്ങി അഭിനയത്തിന് പുറമെ സിനിമാ ലോകത്ത് ഉലകനായകൻ കൈവയ്ക്കാത്ത മേഖലകളില്ലെന്ന് തന്നെ പറയാം. രജനീകാന്ത് സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ കമൽ ഓൾറെഡി ഒരു സൂപ്പർ സ്റ്റാറായി അരങ്ങ് വാഴുകയായിരുന്നു. ഗൗതം വാസുദേവ് മേനോൻ, ലോകേഷ് കനകരാജ്, മിഷ്കിൻ, പൃഥ്വിരാജ് തുടങ്ങി നിരവധി സംവിധായകരും അഭിനേതാക്കളും കമൽഹാസൻ ഫാൻ ബോയ്സ് ആണ്. ഇന്ത്യൻ സിനിമയുടെ എൻസൈക്ലോപീഡിയ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്ന വ്യക്തി. ഡോണ്ട് ട്രൈ ടു ബി കമൽഹാസൻ ബിക്കോസ് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ദർ ഇസ് വൺ ആൻഡ് ഓൺലി കമൽഹാസൻ. മോഹൻലാൽ പറഞ്ഞ ഈ വാക്കുകൾ തന്നെ അദ്ദേഹത്തിന്റെ ലെഗസി എന്താണെന്ന് വെളിവാക്കുന്നു. അയാളൊരു പാഠപുസ്തകമാണ്. നിരന്തര അധ്വാനത്തിലൂടെ പഠിച്ചെടുത്ത കാര്യങ്ങൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്ന ഹെഡ് മാസ്റ്റർ. അടുത്ത തലമുറ ഉയരത്തിലായിരിക്കും ഉണ്ടാവുക. കാരണം അവർ എൻ്റെ ഷോൾഡറിന്റെ മുകളിൽ കയറി നിൽക്കുകയായിരിക്കും. അതിൽ ഞാൻ സന്തുഷ്ടനാണ്. സിനിമാ ലോകത്തെക്കുറിച്ചുള്ള കമൽഹാസന്റെ അസാമാന്യ ദീർഘവീക്ഷണം അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ പ്രകടമാണ്. ഒപ്പം അദ്ദേഹം ബിൽഡ് ചെയ്ത അടിത്തറയെക്കുറിച്ചുള്ള ബോധ്യവും. തഗ് ലൈഫ് കമൽഹാസന്റെ സിനിമാ ജീവിതത്തിലെ മറ്റൊരു പൊൻതൂവലാകുമോ എന്ന് കാത്തിരുന്ന് കാണാം.